നോമ്പ് തുറക്കുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിലുള്ള പണിയെടുക്കുക എന്നുള്ളതാണല്ലോ അല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ ഇതാ പിടിച്ചോളൂ, ഏറ്റവും രുചിയിലും ഏറ്റവും എളുപ്പത്തിലും നല്ലൊരു ചിക്കൻ വരട്ട് തയ്യാറാക്കിയാലോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ചിക്കനാണ്. 500 ഗ്രാം എല്ലോട് കൂടിയിട്ടുള്ളതാണ് എടുത്തത്. കൂടെ 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മസാലപ്പൊടിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് പിന്നെ ഇത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഫ്ലേവർ എന്ന് പറയുന്നത്. അതൊരു 1/4 ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകം 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് വിനിഗറാണ്, ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. അത് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ അങ്ങനെ എടുത്തോളൂ കേട്ടോ. ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് വേണം 1 ടീസ്പൂൺ, അത് തന്നെ ധാരാളമാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ശരിക്കും കുഴച്ചെടുക്കണം. ഇത് നമ്മൾ സാധാരണ വെക്കുന്ന രീതിക്കല്ല കേട്ടോ, ഒരു വ്യത്യസ്ത രീതിയിലാണ് വെക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര എളുപ്പത്തിൽ അങ്ങനെ പണി തീർക്കാനും പറ്റും. ഇനി നമുക്ക് കടായി അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. അതിലേക്ക് ഓയിലോ ഒലിവ് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒഴിച്ചെടുത്തോളൂ. അത് 2 ടേബിൾ സ്പൂണ്. എന്നിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് അതിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ശരിക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കാരണം ചിക്കൻ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരുന്നതുകൊണ്ട് ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ ചിക്കൻ അത്യാവശ്യം നല്ലോണം വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ തന്നെ അത് നമുക്ക് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് 1 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ല രീതിക്ക് അതൊന്ന് മിക്സാക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതെ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, കാരണം നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് നല്ല മസാലയൊക്കെ ഇങ്ങനെ എല്ലാ സ്ഥലത്തോട്ടേക്കും നല്ല പരണ്ട് വരുന്ന രീതിക്ക് ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫാക്കിക്കോളൂ. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത്, നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. അതിലേക്ക് ഒരല്പം ഓയിലോ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് 2 വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒരുപാട് വഴന്ന് കിട്ടരുതേ, ഒന്ന് കടിക്കുന്ന രീതിക്കായിരിക്കണം നമുക്കിതിലേക്ക് ഉള്ളി കിട്ടാനായിട്ട്. ആ രീതിക്ക് നമുക്ക് വഴറ്റൽ സ്റ്റോപ്പ് ചെയ്യണേ. ഉള്ളിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു ചിക്കൻ്റെ കൂട്ടിലോട്ടേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി കടിക്കുന്ന രീതിക്ക് കിട്ടണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോഴിത് വീണ്ടും ഒന്ന് മിക്സാക്കാം. കടായിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് പിന്നെ ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ ഇതൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ അങ്ങനെ തൂവി കൊടുക്കാം. ഇത് ചപ്പാത്തിൻ്റെ, പൊറാട്ടൻ്റെ, ഒന്നല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതിലേറെ രസം ബട്ടൂരാണ് കേട്ടോ. ഞാൻ അന്നത്തെ ദിവസം കോമ്പിനേഷൻ ആക്കിയിട്ട് ബട്ടൂരാണ് ഉണ്ടാക്കിയത്. ബട്ടൂരൻ്റെ മാവ് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയോ കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിലല്ലേ ഈ ഒരു ചിക്കൻ വരട്ട് തയ്യാറാക്കിയത്. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് മാഷാല്ലാ വേറെ ലെവലാട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞിട്ടുള്ള, അതെന്തായാലും ഇതിലേക്ക് ഇടണം. എന്നാൽ ആ ഒരു പെർഫെക്റ്റ് ഫ്ലേവർ നമുക്കിതിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.